അപ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ കണ്ട സ്ഥിതിക്ക് ഇനി നേരെ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് പോകാം. ഇന്ത്യൻ മ്യൂസിയം ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആ റോഡിൻ്റെ അപ്പുറത്തായിരുന്നു വിക്ടോറിയ മെമ്മോറിയൽ. അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങണം ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് പോകാൻ. ഒരു കാര്യം വളരെ സൂക്ഷിക്കണം, കൽക്കട്ടയിൽ വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, രഥങ്ങൾ ഇങ്ങനെ പോവുകയാണ്. രഥങ്ങൾ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ വഴിയേരിയിൽ തടികളാണ് പിടിച്ചിട്ടിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ വഴിയേരിയിൽ പണ്ട് റോബർട്ട് ക്ലൈവ് ഒക്കെ പിടിച്ചെടുത്ത ക്യാനോൺ പീരങ്കിയൊക്കെയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ വരുന്നത് ഒരു ടിപ്പിക്കൽ കൽക്കട്ട ബസ്സാണ്. ഇത് കണ്ട വിജനമായൊരു വഴിയാണെന്ന് തോന്നും, പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഇത് കണ്ടോ, ഇത് ട്രാം കാറിൻ്റെ പാളങ്ങളാണ് ഈ കാണുന്നത്. അതിലേക്ക് വൈദ്യുതി കൊടുക്കുന്ന പോസ്റ്റുകൾ ഇങ്ങനെ ദൂരെ കാണാം, അപ്പുറത്തെല്ലാം കാണാം. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമാണിത്. ഇദ്ദേഹമാണ് സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച മഹാനായ രാജാ റാം മോഹൻ റോയ്. ഇദ്ദേഹത്തിൻ്റെ ആദരസൂചകമായി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. പക്ഷേ കുറച്ച് ബംഗാളി ഭായിമാർ ഇവിടെ വെള്ളമടിച്ച് പാമ്പായി കിടക്കുന്നു. ആദരസൂചകമായിട്ടാണോ എന്നറിയില്ല. എഴുത്തുകാരൻ R.K. നാരായണൻ്റെ മാൽഗുഡി എന്ന നോവലിലെ ചില സ്ഥലങ്ങൾ പോലെയൊക്കെയാണ് ഈ സ്ഥലം കാണുമ്പോൾ തോന്നുന്നു, മനോഹരമായ നടപ്പാത. പക്ഷേ ഇത് കൊൽക്കട്ടയിലാണെന്ന് മാത്രം. അങ്ങനെ ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. ഒരുപാട് കച്ചവട സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നടന്ന് ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ആദ്യം നമ്മൾ കയറി വരുമ്പോൾ ഇന്ത്യൻ മ്യൂസിയം, ഇതാണ് ഇന്ത്യൻ മ്യൂസിയം. ഒരു 4 കെട്ട് പോലെയുള്ള ഒരു സ്ഥലമാണ് ഇതിനകത്ത്. ഇതേപോലൊരു സ്ഥലം ഗോവയിലുമുണ്ട്. പക്ഷേ ഗോവയിൽ എനിക്ക് തോന്നുന്നു അതൊരു പള്ളിയാണ്, ഇത് പക്ഷേ ഒരു മ്യൂസിയമാണ്. ഇതിനകത്ത് കയറാൻ വേണ്ടി 134 രൂപയ്ക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. അതായത് ഒരു വ്യക്തിക്ക് ഉള്ള ടിക്കറ്റ് പ്ലസ് മൊബൈൽ ക്യാമറയ്ക്കും കൂടെയുള്ള ടിക്കറ്റും ചേർത്താണ്. ഈ ഒരു തടി നമ്മൾ വിചാരിക്കും വെറും ഒരു തടിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന്, പക്ഷേ ഇതൊരു ഫോസിലാണ്. 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഗോണ്ടോലാന എന്ന പ്രദേശം ഉണ്ടായിരുന്ന സമയത്ത്, ഇന്ത്യ അതിൻ്റെ ഭാഗമായിരുന്നു, ആ സമയത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫോസിലാണ്. മിനറൽസിൻ്റെയും റോക്സിൻ്റെയും ഫോസിൽസിൻ്റെയും ഒരു ഏരിയ ആയിരുന്നു. അത് മഹത്തായ ഒരു ലോകം തന്നെയാണ്. അതിനകത്ത് 11ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു മത്സ്യത്തിൻ്റെ പ്രതിമയാണിത്. സുവോളജിക്കൽ ഏരിയയാണ്. യഥാർത്ഥമായ ജീവികളുടെ സ്കിൻ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിലാണ് ഈ സുവോളജിക്കലുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തിറങ്ങണം. ഒരുപാട് വീണ്ടും ഉണ്ട്. ഇത് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്കൊന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എത്തി. ഈജിപ്തിനെ കുറിച്ചുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നില്ല. 4000 വർഷം മുമ്പുള്ള മമ്മി ഉൾപ്പെടെ അതിനകത്തുണ്ട്. ഇന്ത്യൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴയുടെ ലക്ഷണം. പിന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടിലേക്കും അതുപോലെ ഹൗറ ബ്രിഡ്ജും പോകാനുള്ള പ്ലാൻ നാളത്തേക്ക് മാറ്റി. സോ നേരെ റൂമിലേക്ക് വരാനുള്ള പ്ലാനായി. അങ്ങനെ യൂബർ ബുക്ക് ചെയ്തു. നോക്കിയപ്പോഴത്തേക്കും 300 രൂപയാണ്. അപ്പോൾ ബൈക്ക് ടാക്സി ഉണ്ട്, അത് യൂബർ വഴിയാണ്. അതിൽ പക്ഷേ 51 രൂപയുള്ളൂ. അതാണ് നമുക്ക് കുറച്ച് നല്ലത്. പക്ഷേ ജീവനെ പേടിച്ചിരിക്കേണ്ടി വരും. ലീ ഹോട്ടൽ ഇൻ്റർനാഷണൽ, ഇവിടെയാണ് റൂം. ഇത് കഴിഞ്ഞിട്ട് ഇനി സിനിമയ്ക്ക് പോകുന്നതിന് ഈ റോഡിൽ കൂടെ പോകണം. തിയേറ്ററിലേക്ക് നടന്ന് പോകേണ്ട വഴിയാണ് ഇത്. ഇങ്ങനെ നടന്ന് സിനിമ കാണാൻ വേണ്ടി ഈ മാളിൽ എത്തി. അങ്ങനെ തിയേറ്ററിലെത്തി. കൽക്കട്ടയിലെ പാർക്ക് സർക്കസിലാണ്. ഏതോ തെരുവുകളിലൂടെ രാത്രി അലയാനാണ് എൻ്റെ വിധി. ഇന്നത്തെ ഒരു കറക്കം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ലോകത്തെല്ലായിടത്തും ആൾക്കാർ ഒരുപോലെയാണ് ജീവിക്കുന്നത്. 2 തരം ആൾക്കാരേ ഉള്ളൂ, പാവപ്പെട്ടവരും പണക്കാരും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.